ഇത് നോക്കാമെങ്കിൽ എന്താ അതിലിരിക്കുന്നത് ആളിനെ കണ്ട് ആമവണ്ട്. ആമവണ്ടിൻ്റെ മുട്ട ആണത്. ഇത് നിറയെ നമ്മുടെ മുഞ്ഞയാണ്. അപ്പം അതിനെ ഞാൻ ക്ഷമയോടെ വെയിറ്റ് ചെയ്യായിരുന്നു. ഇത് വരാൻ വേണ്ടി ഇത്രയും നാൾ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം ഇതെല്ലാം ഒന്നും കെമിക്കൽ അടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. ഒത്തിരി നാളായിപ്പോൾ ഇതിൽ ഇരിക്കുന്നു. പക്ഷേ ഓരോ വെണ്ടയ്ക്ക ഉണ്ടാകുമ്പോഴും അത് ഒരു പൂവയിൽ നിന്ന്, ആ മൊട്ടുകളിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതേ വെണ്ടയ്ക്ക ഉണ്ടായതേ ഇല്ല. ആ പൂവായിട്ട് ഇനി ആകാനിരിക്കുന്നതേ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോന്ന് പൂവായി വെണ്ടയ്ക്കായി മാറുമ്പോഴത്തേക്ക് അത് ഇതേന്ന് മാറി മറ്റേത്തേലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ കുറേ നാളായിക്കൊണ്ട് ഇങ്ങനെയാണ്. അപ്പം ഞാൻ ക്ഷമയോടെ വെയിറ്റ് ചെയ്യായിരുന്നു ഇത് ആമവണ്ടൊന്ന് വന്ന് കിട്ടാൻ. ഇതേ നോക്കാമെങ്കിൽ ഇത് മുഴുവനാണ്. ഇതിൻ്റെ അടിയിലൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഈയിടെയാണ് ഇതെല്ലാം, ഈ ഇലയുടെ അടി മുഴുവനായി ഉറുമ്പും ഇതെല്ലാം കൂടെ. ഇനിയിപ്പോൾ ആമവണ്ട് വന്ന് മുട്ടയിട്ടിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് ദിവസങ്ങൾക്കകം അത് കുഞ്ഞുങ്ങളായിട്ട് വന്ന കുഞ്ഞുങ്ങൾക്ക് തീറ്റയായി മുഞ്ഞ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ക്ഷമയോടെ വെയിറ്റ് ചെയ്താൽ അതിൻ്റെ വേറെ ആൾക്കാരെ കണ്ടോ വെള്ള കൂടെയുള്ള മീലി ബഗ്, അതിനെ ഞാനിപ്പോൾ അങ്ങ് കൈവച്ച് ഞെരടി കളയും. പക്ഷെ മുഞ്ഞയെല്ലാം അവിടെ ഇരിക്കും. ആകെ ആ രണ്ടെണ്ണമേ ഉള്ളൂ ആ മീലി ബഗിൻ്റേത്. അപ്പോൾ അതങ്ങ് നശിപ്പിച്ച് കളയും. പക്ഷേ മുഞ്ഞയുടെ ഞാൻ കളയത്തില്ല. മുഞ്ഞയല്ല, കാരണം ഇതിന് തീറ്റയാണ്. അത് കുഞ്ഞുങ്ങൾ വന്നാൽ തീറ്റ ഉണ്ടെങ്കിലല്ലേ പിന്നെ ഇതുപോലെ ആമവണ്ട് വരത്തുള്ളൂ. നമ്മളിങ്ങനെ വെക്കുന്നതിൽ കെമിക്കൽ അടിക്കാതെ നമുക്ക് പച്ചക്കറി പറിക്കാൻ വേണ്ടിയാണ് നമ്മൾ വളർത്തുന്നത്. അത് കെമിക്കൽ അടിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വളർത്തിയപ്പോഴത്തേക്കും നല്ല കാര്യമല്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ആമവണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ആയി വരട്ടെ. അപ്പം നമ്മുടെ കുഞ്ഞെല്ലാം തിന്ന് തീർത്ത് നമ്മുടെ വെണ്ട ചെടിയെ ക്ലീനാക്കി തരും. അപ്പം അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലൊന്നുമില്ല. ഒന്നേത്തേലായി കഴിഞ്ഞത് ആ ഒരു ചെടിയെ മാത്രമേ ഉള്ളായിരുന്നു. ഈ ഒരു ചെടിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ജസ്റ്റ് ആ പൂക്കൊലകളിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിപ്പോൾ അതിൻ്റെ ഇലയിലും എല്ലാം ഈയിടെയാണ് അതെല്ലാം പകർന്നത്. പക്ഷേ ആമവണ്ട് ഞാൻ ഇന്നിപ്പോഴാണ് കണ്ടത്. അപ്പം ഇത്രയും ദിവസം ഞാൻ ക്ഷമയോടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതാണ് എൻ്റെ രസകരമായ കാര്യം. ക്ഷമിച്ചത് കൊണ്ട് നമുക്കിനി അത് ആമവണ്ടുള്ളതുകൊണ്ട് ഇനി കെമിക്കലൊന്നും അടിക്കണ്ട. എന്നാൽ പിന്നെ വീഡിയോ ഇവിടെ നിർത്തുക.